സുഖത്തിന്റെയും സന്തോഷത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും പാരമ്യത്തിൽ നിൽക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഒരു മുന്നറിയിപ്പുമില്ലാതെ പൊടുന്നനെ കടന്നുവന്ന് എല്ലാം തകർത്തു കളയുന്ന ഒന്നാണ് മരണം. അതുകൊണ്ട് തന്നെയാണ് മരണത്തെ രംഗബോധമില്ലാത്ത കോമാളി എന്ന് വിശേഷിപ്പിക്കുന്നത്. അത്തരത്തിൽ ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു മരണവാർത്തയാണ് കഴിഞ്ഞ ദിവസം കാസർഗോഡ് കാഞ്ഞങ്ങാട് നിന്നും പുറത്തു വന്നത്. കാഞ്ഞങ്ങാട് മാണിക്കോത്ത് മടിയനിൽ അബ്ദുൾ ഖാദർ മൈമൂന ദമ്പതികളുടെ മകനായ ഇർഷാദിന്റെ വിയോഗ വാർത്ത ഇപ്പോഴും ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഒന്നും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. ദിവസങ്ങൾക്ക് മുൻപാണ് ഇതേ വീട്ടിൽ മറ്റൊരു മരണം നടക്കുന്നത്. ഇർഷാദിന്റെ ഉമ്മ മൈമൂന ഈ മാസം 7-ാം തീയതിയാണ് മരണപ്പെടുന്നത്. ഉമ്മയുടെ മരണസമയത്ത് അബുദാബിയിലായിരുന്നു ഇർഷാദ്. മരണവാർത്ത അറിഞ്ഞ ഉടൻ തന്നെ യുവാവ് നാട്ടിലേക്ക് പുറപ്പെടുകയും ചെയ്തിരുന്നു. തുടർന്ന് മരണാനന്തര ചടങ്ങുകളിലെല്ലാം പങ്കെടുത്ത ശേഷം കഴിഞ്ഞ ദിവസമാണ് അബുദാബിയിലേക്ക് തിരിച്ചു പോകുന്നത്. ഉമ്മയുടെ മരണം ഇർഷാദിനെ ഏറെ തളർത്തിയിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഏറെ സങ്കടത്തോടെ തന്നെയാണ് ഇർഷാദ് തിരിച്ച് അബുദാബിയിലേക്ക് മടങ്ങിപ്പോകുന്നതും. അബുദാബിയിലെ നാദിസിയയിൽ പലചരക്ക് കട നടത്തിവരികയായിരുന്നു ഇർഷാദ്. ഇന്നലെ വൈകിട്ട് നിസ്കാരത്തിന് ശേഷം കടയിലേക്കെത്തിയ ഇർഷാദ് പൊടുന്നനെ കുഴഞ്ഞു വീഴുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. തുടർന്ന് സമീപത്തുണ്ടായിരുന്ന ആളുകൾ ഉടൻ തന്നെ ഇർഷാദിനെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇർഷാദിന്റെ മൃതദേഹം അബുദാബിയിൽ നിന്ന് മംഗളൂരു വിമാനത്താവളം വഴി വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടുകൂടി മാണിക്കോത്ത് വീട്ടിലെത്തിക്കുമെന്നാണ് ബന്ധുക്കൾക്ക് അറിയിപ്പ് കിട്ടിയിട്ടുള്ളത്. ഉമ്മയുടെ മരണശേഷം നാട്ടിൽ നിന്നും തിരിച്ചെത്തിയ ഇർഷാദ് കടുത്ത മാനസിക ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നതായാണ് അബുദാബിയിലുള്ള സുഹൃത്തുക്കൾ പറയുന്നത്. 3ഉം 5ഉം വയസ്സുള്ള 2 കുട്ടികളുടെ പിതാവ് കൂടിയാണ് ഇർഷാദ്. പാറപ്പള്ളി സ്വദേശിയായ അമീറയാണ് ഇർഷാദിന്റെ ഭാര്യ. മുഹമ്മദ് സയാൻ, ഐഷത്ത്, അജ്വ എന്നിവർ മക്കളാണ്. എന്തായാലും ഇർഷാദിന്റെ ഈ ആകസ്മികമായ വിയോഗം ഒരു നാടിനെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.